ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെട്ടിപ്പൊളിക്കാൻ പോണ പേരാണിത്. അപ്പോൾ നമ്മളെ റൂം കട്ടറൊക്കെയാണ്. ഫസ്റ്റ് റൂം കട്ടറച്ചാണ്ട് സെറ്റാക്കുന്ന ഒരു രീതി കേട്ടോ. അപ്പോൾ കണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ DB സെറ്റ് ചെയ്യാം കേട്ടോ. DB നമ്മൾ ആദ്യം സിമെന്റ് എടുത്ത് മാക്സിമം ലൂസാക്കിയിട്ടുണ്ട്, നല്ല ലൂസാക്കി. എന്തിനാ വെച്ചാൽ കോരി ഇങ്ങനെ അടിക്കുക. വയറിങ്ങാരുടെ അവസ്ഥ തന്നെത്. കാരണം തേപ്പും വേണം, എല്ലാം പഠിച്ചാൽ മതി. അപ്പൊ നമ്മളെ സിമെന്റ് തേക്കുക. സിമെന്റ് നല്ല ലൂസിൽ കേട്ടോ. എന്നാല് നമുക്ക് എന്താ വെച്ചാല് നല്ല ലൂസാക്കി കഴിഞ്ഞാലും DB വെക്കുമ്പോ നല്ല നമുക്ക് പതിക്കാൻ കഴിയുന്നില്ല. ലൂസ് ഉണ്ടെങ്കിൽ താന്ന് പോവാൻ DB ലേശം അമർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അമർത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് DB ചെയ്യാൻ വേണ്ടിട്ട് തേപ്പും പഠിച്ചണം, നമ്മള് വയറിങ്ങും പഠിച്ചണം. എന്തൊക്കെയാണ് അറിയാം, വയറിങ്ങാര് കർട്ടൻ വരെ അയച്ചെടുക്കണം. എന്നാലൊക്കെ പയരം ഫുള്ള് നമ്മളതാണേന്ന് ഓല് പറയാം. ഇതിന്റെ പണി കഴിഞ്ഞാൽ ഓൽക്കില്ലാത്ത പയരം ഉണ്ടാവില്ല. എടാ പൈസ ആയിട്ടില്ല, പൈസ നാളെ തരാം, മറ്റന്നപ്പോ തരാം. ഇങ്ങനത്തെ ഓരോ അവസ്ഥകളാണ് നമ്മക്ക്. എല്ലാം ലാസ്റ്റ് പണി ഇലക്ട്രീഷ്യനാണ്. പൈസ കിട്ടാതെ ഇലക്ട്രീഷ്യൻ കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ ക്ലിയർ ആക്കാരം. എല്ലാ പണിയിലും ഉണ്ട് ക്ലൈന്റ് മിനിച്ചിന പരിപാടി. വയറിങ്ങാരല്ല, കൂടുതൽ വയറിങ്ങാരാണ് എന്റെ അഭിപ്രായത്തില്. കാരണം എന്താ വെച്ചാല് ലാസ്റ്റ് പണി ഇലക്ട്രീഷ്യനാണ്. അവിടുന്ന് ഒരു മുട്ടസൂചി വെക്കണമെങ്കിൽ വരെ ഇലക്ട്രീഷ്യൻ ആക്കാരം. അപ്പോ അത് കഴിഞ്ഞാ പിന്നെ പോലെ നമ്മൾ ചോദിച്ചാ കണ്ടോനെ കണ്ടില്ല, ആ രീതിയിലെ പോലെ നിർത്താം. ഇനി നമ്മൾ DB കട്ട് ചെയ്ത് കണ്ടോ, അതിന്റെ സൈഡ് കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ സൈഡിന് ടാപ്പ് ഇറ്റിയാണ്ട് ടാപ്പ് ചിറ്റിയ ഇത് നമുക്ക് വെക്കേണ്ട ഭാഗം നമ്മൾ ഫുള്ള് ടാപ്പ് ഇട്ടിട്ടോ. എന്നിട്ട് മണ്ണിപ്പോ അയക്ക ഇറങ്ങാതെക്കാനും പിന്നെ ചെറിയ ഗ്യാപ്പ് കൂടിയൊക്കെ ചതിൽ കയറാതെക്കാനും അതിനാണ് നമ്മൾ ഈ ടാപ്പ് ചുറ്റുന്നത്. ഫുള്ള് നമ്മള് മാസ്കിൻ ടാപ്പ് കൊണ്ട് ഇതാക്കും. ടാപ്പ് ചുറ്റി അവിടെ 2 ഹോൾസ് ഉണ്ട്, നമ്മളെ എർത്തിന്റെ ഹോൾസ് ആണ്. അപ്പൊ അതടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് അവിടെ ടാപ്പ് ഇറ്റ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തൊന്ന് ചുറ്റാം. ഫുള്ള് മാസ്കിൻ ടാപ്പ് അടിക്കും. എന്നാലിപ്പോ ഈ ചതലിന് കമ്മി ഉണ്ട് ചോദിച്ചാല് കുറച്ചൊക്കെ കമ്മി ഉണ്ട്, എന്നാലും ഉണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയാൻ പറ്റൂല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ചതലിന് കുറെ മരുന്നടിച്ചിട്ടും ഒക്കെ സംഭവം അങ്ങനെയാണ്. ഇതാണ് നമ്മളെ മാസ്കിൻ ടാപ്പ്. ഇത് മാസ്കിൻ ടാപ്പ് ചുറ്റുമ്പോ തന്നെ ചുളിവ് വേണം. കാരണം എന്താ വെച്ചാൽ അതില് കുടുങ്ങണം തേപ്പ്. ചുളിവ് വേണം, ചുളിവിലും ആണ് അടിക്കണം. അപ്പൊ ഈ ചുളിവിലൊക്കെ സിമെന്റ് പിടിക്കും. മിൻസായിട്ട് ഇതാകുമ്പോ
പോരുന്നില്ല. നമ്മളെ മുകളിൽ നിന്ന് ഇറങ്ങാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും ഒരിക്കലും വേറിട്ട് പോരൊന്നുമില്ല. ഡി വി മാത്രം പോരൊന്നുമില്ല. അതൊരിക്കലും ഇതല്ല അതിമന്ന് എടുക്കല്, കുത്തി പൊളിച്ച് തന്നെ എടുക്കുകയാണെങ്കിൽ. അപ്പൊ ഇതാണ് നമ്മളെ ഡി ബി ഫുള്ള് സെറ്റാക്കി. ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ചെറിയൊരു നനവ് കമ്മിയുണ്ട്, അപ്പൊ ഒന്ന് ഇങ്ങനെ തെളിച്ചു കൊടുക്കുക നമ്മള്. അതെന്തിനാ വെച്ചാല് നമുക്ക് ഡി വി വെക്കുന്നതോട് കൂടി താന്ന് കിട്ടാൻ വേണ്ടിട്ടാട്ടോ. ജസ്റ്റ് ഒന്ന് വെള്ളം തിളപ്പിക്കുക, ജസ്റ്റ് ഇങ്ങോട്ട് അമർത്തി വെക്കുക. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ ഇതെന്താ വെച്ചാൽ ലാസ്റ്റതായിട്ടോ. അപ്പൊ നല്ല ഡിലേ ഉണ്ടാവും. പടപട ഉള്ള സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് സിമെന്റ് കറക്റ്റ് വെട്ടിയോണ്ടാണ് അത് അങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് അമർത്തി കുത്താം, നിളങ്ങാനൊന്നുമില്ല. കാരണം കറക്റ്റ് ആണ്. ടൈല് വെക്കണ മാതിരിയാണ്, നമുക്ക് എയർ കൊടുക്കാതെ നമ്മളിപ്പോ എല്ലാം റെഡി ആക്കി. ഇനി എന്താ നമുക്ക് വേണ്ട വെച്ചാല് ലേശം സിമെന്റ് സൈഡ് കൂടി ഒന്ന് കയറ്റി കൊടുക്കുക. സൈഡ് കൂടി നമ്മൾ കയറ്റിയിരുന്നാലും ജസ്റ്റ് ഒന്നിങ്ങനെ കയറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മള് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇറക്കി കൊടുത്താലേ ശകലേ ഇറങ്ങുള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക്. കാരണം നമ്മളെ ഓൾറെഡി അവിടെ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് അധികം ഇറങ്ങാണ്ടാവില്ല. സൈഡ് നമ്മൾ ആദ്യം തേച്ച് പിടിപ്പിച്ചു നമ്മളെ. അതുകൊണ്ട് എന്തായി നമുക്ക് പിന്നെ എക്സ്ട്രാ സംഭവങ്ങളൊന്നും ചെയ്യാല്ല. അപ്പൊ ഇവിടെ ഒക്കെ നമുക്ക് ഫില്ലിംഗ് ആണ്. ഓക്കെ, അത് ഫില്ല് ചെയ്തു. ഈ മുകളിൽ ശകലൊന്നും ഇട്ട് ലേലാക്കാം. നമുക്ക് പൈപ്പ് ഇറങ്ങാനുള്ള ഭാഗം ഒന്ന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചിടുക. കാരണം ആയിക്കൂടി ഇനി എന്താ വെച്ചാല് മറ്റേ സിമെന്റ് ഒക്കെ കൊടുന്നിട്ട് എറുമ്പാള്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താട്ടി അവിടെ നിന്ന് ഇങ്ങനെ തേമ്പി പിടിച്ചിട്ടാല് എറുമ്പാക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നമ്മളെ കഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് പോലെ ആകെ നീക്കണ്ടു. അപ്പൊ നമ്മളത് കഴിഞ്ഞു. ഈ ഡീപിന്റെ അകത്ത് ലേശം വെള്ളം പറഞ്ഞാൽ നമ്മളതൊന്ന് ക്ലീൻ ചെയ്യുക. അല്ലെ തുണിയായിട്ട് തുടച്ചാലും മതി. ഡി സെറ്റ് ചെയ്തിട്ടോ സംഭവം. ഇനി വേണ്ടത് എന്താ വെച്ചാൽ ഇനി നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ കുത്തി വെക്കുക, വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഉണ്ടോ ഇതില്ല. ഓക്കെ, അത് സെറ്റാണ്. എന്താ ഈ അര ഇഞ്ച് നമ്മൾ ഇട്ടേക്കണ്, പുറത്തേക്ക് ഇട്ടേക്കണ്. ഇത് ഷേപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒപ്പായിരിക്കും. അപ്പൊ നമുക്ക് താനെ ഇറക്കി വെക്കാനും ഇതിനൊക്കെ സാറാക്കാറാം. ഇനി നമുക്ക് തുണിയായിട്ടൊന്ന് തുടക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വെള്ളം പറന്നൊന്ന് തുടക്കുക. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാ പിന്തുണയും ഉണ്ടായിക്കോട്ടെ.